Hey guys. Hey guys. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത് ഗായ്സ്? ആശ്രമം ശാന്തിഗിരി ആശ്രമം, കോഴിക്കോടുള്ള ലോട്ടസ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അല്ലേ? അവിടെ നിന്നല്ലേ അവിടെ നോക്കാം. അയ്യോ ഇയാള് കരച്ചിരിച്ചാട്ട് ഉറങ്ങിക്കോ. അപ്പൊ അവിടെ എന്തൊരു വ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. വ്യൂ പോയിന്റ് ആണെന്നാ പറയുന്നത്. നമ്മളങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളങ്ങോട്ട് പോയിട്ടില്ല. നമ്മളങ്ങോട്ട് പോയിട്ട് എന്താന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓണടിച്ചിങ് വരാന്നുള്ള മൈൻഡിലാണ് വന്നത് അല്ലേ? നമ്മള് കരുത്തുംപാറ 2-3 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം ക്ലോസ്ഡ് ആയി പോയി. ഇവിടെ എന്താ അവസ്ഥ നമുക്ക് പോയോക്കാം. ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ, എന്ത് വിചാരിക്കുന്നു? ക്ലോസ് ആയിരിക്കോ? നോക്കടാ. പിന്നെ പണ്ടേ ശയ്യ നമ്മളെങ്ങോട്ടാ പോന്നേ? പറടാ എങ്ങോട്ടാ പോന്നേ? ആശ്രമം, ലോട്ടസ് ടെമ്പിൾ. അപ്പൊ നമ്മളിന്ന് ലോട്ടസ് ടെമ്പിളിലേക്കുള്ള യാത്രക്കാണ്. നമ്മളിതാ പേരാമ്പ്രന്ന് ബാലുശ്ശേരി വഴി സ്ഥലത്തിന് വരുന്ന കക്കോടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കുറെ വ്ളോഗ് എടുക്കാനൊക്കെ നോക്കി, മൂപ്പര് എണീച്ചിട്ടേനുള്ള ഇപ്പം കിടന്ന് ഉറങ്ങിപ്പോയി പാവം. കുറെ ശ്രമമൊക്കെ നടത്തിയിരുന്നു, പക്ഷേ ആസനം ഉറങ്ങി. നമ്മളെന്തെങ്കിലും അവിടെ എത്താൻ നേരത്തെ നമ്മൾ എണീപ്പിച്ചിട്ട് നമ്മൾ വ്ളോഗ് എടുക്കുള്ളൂ. അപ്പൊ എന്താ എല്ലാവരും എന്താ വിചാരിക്കുന്നത്? എക്സൈറ്റഡ് ആണോ? പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആവണം. നമ്മള് വ്ളോഗ് അല്ലേ. നമ്മളെ ഡ്രൈവർ ഇന്ന് നവനീതാണ്, നവനീത് കൃഷ്ണ, ഒഫീഷ്യൽ ഡ്രൈവർ ഓഫ് ദ ഫാമിലി. നമ്മളെ കിയയില് സെൽട്ടോസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ എത്തിയ സ്ഥലം നമ്മളിപ്പം കാക്കൂർ എത്തിയിരിക്കുകയാണ്. എനിക്ക് സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കേട്ടോ. നമ്മൾ ഏകദേശം സൺസെറ്റ് അടുപ്പിച്ച് കഴിക്കും നമ്മൾ അവിടെ എത്തുന്നത്. സൺസെറ്റ് ആവും എന്നൊക്കെയാ പറയുന്നത്. നമുക്ക് എന്തായാലും അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റാണ്, നമുക്ക് നോക്കാം. എന്തായാലും അവിടെ എത്തും പറയാം. അപ്പൊ നമ്മള് ആശ്രമത്തിന്റെ താഴെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ ഏകദേശത്തെ അവിടെ തിരക്കാൻ തോന്നുന്നു. കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണുന്നുണ്ട്. മിക്കവാറും തിരക്കായിരിക്കും. അപ്പോൾ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത് ഈ മേലെ കാണുന്ന ലോട്ടസ് ടെമ്പിളാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ റോഡ് സൈഡ് തന്നെയാണ്, പാർക്കിങ്ങിനായിട്ടൊരു സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇതാ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നല്ലൊരു വ്യൂ കാണാം. സൺസെറ്റോട് അടുപ്പിച്ച് നല്ലൊരു വ്യൂ കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇവിടെ അധികവും വൈകുന്നേര സമയങ്ങളിലാണ് ആൾക്കാരൊക്കെ അധികം വരുന്നത് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ നമ്മൾ പീഹുവിനൊക്കെ എണീപ്പിച്ച്, പീഹു ഇതാ എണീച്ച് ഉഷാറായി കുത്തിരിക്കുന്നുണ്ട്. കാറിലൊക്കെ നല്ല ഉറക്കം തന്നെയാണ് മൂപ്പര്. ഇനിയിപ്പം നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ എന്ത് നല്ല വ്യൂ ആണെന്നറിയുമോ? അടിപൊളി വ്യൂ ആണ്. നമുക്ക് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും നല്ല രസം ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു മലേൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിന്ന് കോഴിക്കോട് സിറ്റി ആ ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര സൈലൻസും അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രേയേഴ്സൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും അവിടെ നിന്ന്. എനിക്ക് ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലായത് നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്ന് പറയുന്നത് ഗുരുവാണ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ പീഹു ആണെങ്കിൽ അപ്പുറത്തെ പിള്ളേരൊക്കെ കളിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന് ചുറ്റും കുറച്ച് പൂഴിയുള്ള സ്ഥലമുണ്ട്, അതിലൂടെ കുറേ നടന്ന് പിന്നെ വ്യൂ പോയിൻ്റൊക്കെ കണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാത്രിയാകുന്ന സമയത്താണ് ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഭംഗി, ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് കാണാനൊരു ഭംഗിയുള്ളതില്ല രാത്രി ആകുമ്പോഴാണ് അല്ലേ. എന്ത് ഭംഗിയാന്ന് നോക്ക് രാത്രിയായപ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട്. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ആശ്രമത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ക്യാൻറ്റീനും കാണാൻ പറ്റും. അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്കപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.